നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണെങ്കിലും അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ സഞ്ജു സാംസണിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. IPL-ൽ കിടിലൻ റെക്കോർഡുള്ള സഞ്ജു അന്താരാഷ്ട്ര തലത്തിൽ വരുമ്പോൾ നിറം മങ്ങുന്നത് പുതിയ കാഴ്ചയുമല്ല. ഇത്തവണത്തെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. ശ്രീലങ്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനം സ്ഥിരപ്പെടുത്താൻ സഞ്ജുവിനാകുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ പരമ്പരയിൽ കളിക്കാനിറങ്ങിയ 2 കളികളിലും ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് സഞ്ജു. ഇത് മാത്രമല്ല, T20 ക്രിക്കറ്റിലെ വമ്പൻ നാണക്കേടുകളിലൊന്ന് സഞ്ജുവിന് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാം T20-ൽ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതോടെ സഞ്ജു പ്ലേയിങ് 11-ലേക്ക് എത്തി. യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും T20-ലും സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് 11-ലെത്തി. ഈ കളിയിലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി 3-ാം നമ്പറിലാണ് സഞ്ജു ബാറ്റിംഗിനിറങ്ങിയത്. 4 പന്തുകൾ നേരിട്ട സഞ്ജു ഒരിക്കൽ കൂടി 0-ന് പുറത്തായി. ഒരിക്കൽ കൂടി 0-ന് പുറത്തായതോടെ അന്താരാഷ്ട്ര T20-ലെ ഒരു നാണം കെട്ട റെക്കോർഡിലും സഞ്ജു തന്റെ പേരെഴുതി ചേർത്തു. 2024-ൽ ഇത് 3-ാം തവണയാണ് സഞ്ജു T20-ൽ 0-ന് പുറത്താകുന്നത്. ഇതോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്തായ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിൽ ചില ഇതിഹാസ താരങ്ങൾക്കൊപ്പമാണ് സഞ്ജു എത്തിയത്. യൂസഫ് പത്താൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരാണ് ഇതിനു മുൻപ് ഒരു കലണ്ടർ വർഷത്തിൽ 3 തവണ T20-ൽ 0-ന് പുറത്തായ മറ്റ് ഇന്ത്യൻ താരങ്ങൾ. ഈ വർഷം സഞ്ജു ആദ്യം 0-ന് പുറത്തായത് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലായിരുന്നു. ഇതിനുശേഷം അക്കൗണ്ട് തുറക്കാതെ വീണത് ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ അവസാന 2 കളികളിലും. വെറും 5 ഇന്നിംഗ്സുകൾ മാത്രം കളിച്ചാണ് സഞ്ജു 3 ഡെക്കുകൾ ഈ വർഷം T20-ൽ ഏറ്റുവാങ്ങിയത് എന്നതാണ് പരിതാപകരം. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനാകുന്നതോടെ സഞ്ജുവിന് ടീമിൽ പ്രധാന വേഷം ലഭിക്കുമെന്നായിരുന്നു സൂചനകൾ. എന്നാൽ ആദ്യ T20-ൽ സഞ്ജുവിനെ തഴഞ്ഞതോടെ ഗംഭീറിനെതിരെ ക്രിക്കറ്റ് പ്രേമികൾ രംഗത്തെത്തി. എന്നാൽ അവസാന 2 T20-ലും ഗംഭീർ സഞ്ജുവിന് അവസരം നൽകി. 2-ാം T20-ൽ ഓപ്പണറായി കളിച്ച സഞ്ജുവിനെ 3-ാം T20-ൽ അദ്ദേഹത്തിന്റെ ഇഷ്ട പൊസിഷനായ 3-ാം നമ്പറിലാണ് ഗംഭീർ കളിപ്പിച്ചത്. എന്നാൽ ഈ 2 കളികളിലും ഗംഭീറിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സഞ്ജുവിനായില്ല. താരത്തിന്റെ തുടർച്ചയായുള്ള ബാറ്റിംഗ് പരാജയത്തിലും 3-ാം T20-ലെ മോശം കീപ്പിംഗിലും ഗംഭീർ കട്ടക്കലിപ്പിലായിരിക്കുമെന്ന് ഉറപ്പാണ്. 2015-ലാണ് സഞ്ജു അന്താരാഷ്ട്ര T20-ൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇതുവരെ 30 T20 മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചത്. ഇതിൽ 19.30 ബാറ്റിംഗ് ശരാശരിയിൽ 444 റൺസ് മാത്രമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ഏകദിനത്തിൽ പക്ഷേ മികച്ച റെക്കോർഡാണ് ഈ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർക്കുള്ളത്. 16 ഏകദിന മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചത്. ഇതിൽ 56.67 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം.